ഉണ്ണിക്ക് സമ്മാനം. മാലാകക്കൂട്ടം.com സ്വർഗത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഗുഡ്നസ് TV മാലാകക്കൂട്ടം ചങ്ക് പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ സ്വർഗത്തിൻ്റെ കാഴ്ചയിലേക്ക്, ക്രിസ്മസ് കാഴ്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഉണ്ണിക്ക് സമ്മാനം. ഇന്ന് ഈ സ്വർഗത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാ നന്മയോടെയും ആനന്ദത്തോടു കൂടെയും ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരായ ഡിവൈനിൽ തന്നെയുള്ള ഞങ്ങളുടെ ചങ്ക് കൂട്ടുകാരായിട്ടുള്ള എല്ലാ കുട്ടി കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവരും ഒരു ക്രിസ്മസ് വൈബിലാണ്, തൊപ്പിയൊക്കെ വെച്ച്. അതെ, ചേട്ടൻ്റെ കയ്യിൽ ഒരു തൊപ്പിയുണ്ട്. ഇത് സസ്പെൻസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എപ്പിസോഡ് നമ്മൾ അടിച്ചു പൊളിക്കുമല്ലേ? എവിടെ ഒരു എനർജി ഇല്ലല്ലോ, അടിച്ചു പൊളിക്കുമല്ലേ? അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു, പുൽക്കൂടൊക്കെ സെറ്റായില്ലേ? റെഡിയാക്കിയോ? ഒരുക്കം കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കളറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സസ്പെൻസുമായിട്ടാണ് ചേട്ടൻ ഇന്ന് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പാട്ടൊക്കെ പാടി വൈറലായിട്ടുള്ള ഫാദർ വിനിൽ കുരിശുത്തറ. ആരാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് പേര് പറയുമ്പോൾ കൂടെ മനസ്സിലായില്ലെങ്കിലും അച്ഛനെ കാണുമ്പോൾ മനസ്സിലാവും. സോഷ്യൽ മീഡിയയിൽ 3-4 പാട്ടുകളും മില്യൺസ് വ്യൂസൊക്കെ വന്നിട്ടുള്ള ഒരു അച്ഛനാണ് ഇന്ന് കൊച്ചു കൂട്ടുകാരെ കാണാൻ വരുന്നത്. നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്താലോ? അപ്പോൾ നമുക്കൊരു സ്റ്റാർ ക്ലാപ്പ് പഠിക്കാം. സ്റ്റാർ ക്ലാപ്പ് നോക്കിയേ. ഓക്കെ, ക്ലാപ്പ് ചെയ്തേ. സ്റ്റാർ മിന്നുന്ന പോലെ കൈ ഇങ്ങനെ മിന്നിക്കേ. എന്നിട്ടൊരു വെടിക്കെട്ട് ക്ലാപ്പ് കൊടുത്തേ. ഇതാണ് സ്റ്റാർ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? അതാ സ്റ്റാർ ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പോൾ നമ്മ അച്ഛനെ ഇവിടേക്ക് എൻട്രി ചെയ്യും. നല്ല വെടിക്കെട്ട് ക്ലാപ്പ്. അച്ഛനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ അച്ഛനാണല്ലേ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുവരില്ല അച്ഛനാ. റെഡി? സ്റ്റാർ ക്ലാപ്പ് ഗോ. ഹാജി വെൽക്കം ഫാദർ. പ്രിയ കൂട്ടുകാരെ, അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമായോ? സന്തോഷമായി. വില്ലച്ച, വളരെ സന്തോഷം ഞങ്ങളുടെ ഈ കൊച്ചു സ്വർഗത്തിലേക്ക് കൊച്ചു കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അച്ഛന് വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ തൊപ്പി വെച്ചൊരു ക്രിസ്മസ് വൈബിലാണ്. അച്ഛനും വരുമ്പോൾ തന്നെ ഒരു തൊപ്പി തരികയാണ്. ഒരു കൈ കൊടുത്ത അച്ഛന്. ഇനി നമുക്ക് ഇരുന്ന് അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, റെഡി? യെസ്. ഉണ്ണിക്ക് സമ്മാനം. അച്ഛാ, ഞങ്ങൾ ഈ സ്വർഗത്തിൽ കൊച്ചു കൂട്ടുകാർ ഈശോയ്ക്ക് 4-5 സെഗ്മെൻറ്റിലൂടെ ഈശോയെ സ്നേഹിക്കുന്നതാണ് ഈ മാലാകക്കൂട്ടം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്തുമസിൻ്റെ ഒരു വൈബ് കിട്ടാൻ അച്ഛനെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നു. അച്ഛൻ്റെ വൈറലായിട്ടുള്ള ഒരു പാട്ടുകളൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം. അച്ഛൻ്റെ കൂടെ പിള്ളേർക്കൊന്ന് ഡാൻസ് ചെയ്യണം. വേണ്ടേ? ഡാൻസ് ചെയ്യണ്ടേ? അച്ഛൻ്റെ കൂടെ പാടണ്ടേ? കളിക്കണ്ടേ? റെഡി? അപ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് അച്ഛന് കാര്യങ്ങൾ ചോദിച്ചറിയാം. അച്ഛാ, സോഷ്യൽ മീഡിയയിൽ അച്ഛനിപ്പോൾ വളരെയധികം പാട്ടുകൾ പാടി, അതിൽ 4-5 പാട്ടുകളൊക്കെ മില്യൺസ് വ്യൂ ഒക്കെ വന്നത് സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ കൂട്ടുകാരെ, അച്ഛൻ്റെ പാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ ആദ്യം നമുക്ക് ആ പാട്ടിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ? അച്ഛന് കുറേ പാട്ടുകളുണ്ട്, എന്നാൽ അതിലേറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളൊന്ന് സജഷൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ തുടങ്ങാം. പറയാം, ഉറക്കെ പറഞ്ഞേ. ചങ്കാണൻ്റെ ഈശോ. എനിക്കറിയാം നിങ്ങളതിനെ പറയാൻ സാധ്യതയുണ്ടെന്ന്. വളരെയധികം കുഞ്ഞുങ്ങൾ ഏറ്റുപാടി ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടാണ് വെച്ചാൽ ചങ്കാണൻ്റെ ഈശോ, അല്ലേ? എത്രയധികം, എനിക്ക് തോന്നുന്നു 5 മില്യൺ അല്ലേ? 4-5 മില്യൻ്റെ അടുത്തായിട്ട് വ്യൂസ് ഉള്ളൊരു പാട്ടാണത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം അച്ഛാ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ഇവിടെ വരാൻ സാധിച്ചത്. കാരണം ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ മാലാകക്കൂട്ടം.com ഞാൻ കാണാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കാണാനൊക്കെ വരാനൊരു എന്താ പറഞ്ഞ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം ദൈവം കാണും, സഫലമാക്കും എന്നൊക്കെ നമുക്കറിയാം. ഒരു ഈശോ സഫലമാക്കി. ഒത്തിരി സന്തോഷം. കുഞ്ഞുങ്ങളെന്ന് പറയുന്ന എനർജിയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് എനർജിയാണ്. ഈ മാലാക കുഞ്ഞുങ്ങളാണ് വീണ്ടും അനേകം മാലാകന്മാരെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇടയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് വലിയ അനുഗ്രഹവും ഏറ്റവും നല്ല ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അതിന് സോജൻ ബ്രദറിനോട് ഒത്തിരി നന്ദി.
ഈ പാട്ട് എഡ്വിൻ ചേട്ടൻ എഴുതി സംഗീതം നൽകിയ പാട്ടാണ് ചങ്കാണൻ്റെ ഈശോ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ആകുമെന്നോ ഇത്ര എല്ലാവരും ഏറ്റെടുക്കുന്നൊന്നും കരുതിയിരുന്നില്ല. ആ പാട്ടിന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവമായിട്ട് എന്തെങ്കിലും അച്ഛന് പറയാനുണ്ടോ? പാട്ട് പാടിയതിന് ശേഷം അനുഭവം, നിറയെ അനുഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പേര് മാറി. അപ്പോൾ വിനിലിച്ചെന്നും മാറി. അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ അങ്ങനെ ഒരു പേരിലേക്കും, പിന്നെ അത് ഈശോയായിട്ടാണല്ലോ കണക്ക്, ഈശോയുടെ ചങ്കാണ് നമുക്കൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര അനുഭവം, വൈബായിട്ട് പല ചില ഒരു സമയങ്ങളിൽ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകുമ്പോഴും, പെരുന്നാൾ കുർബാന മറ്റെന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴും ഇത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ തുടക്കം തന്നെ ഈ പാട്ടൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത്. അപ്പോൾ നമുക്ക് ഈ അച്ഛൻ്റെ ഇത്രയും പാട്ടിനെ കുറിച്ച് കേട്ടപ്പോൾ ആ പാട്ട് നിങ്ങൾക്കൊന്ന് കൂടെ പാടാനും കളിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? അപ്പൊ അച്ഛൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചങ്കാണെന്നുള്ള പാട്ട് ഒന്ന് മൂളി ഒന്ന് രണ്ടുപേരും പാടിത്തരാമോ? ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. ഒന്ന് കൈയടിച്ച മക്കളെ. അപ്പൊ ഇത് ഈ പാട്ട് നമുക്കങ്ങനെ നല്ല താളക്കൊഴുപ്പോട് കൂടി എഴുന്നേറ്റ് നല്ല പാടാച്ചാ പിള്ളേരുടെ കൂടെ. അപ്പൊ ഇവര് ഡാൻസ് കളിച്ച് ഇവരും പാടി തകർത്തോളും. അപ്പൊ എഴുന്നേറ്റ് എല്ലാവരും നമുക്കൊന്ന് എനർജിയോട് കൂടി പാട്ടൊന്ന് പാടാം. എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ച് തുറന്നു തന്ന് എന്നെ സ്നേഹിച്ചവനേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. എന്റെ നെഞ്ചിലെ തീയണക്കാൻ നെഞ്ച് തുറന്നു തന്ന് എന്നെ സ്നേഹിച്ചവനേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ. ചങ്കാണ് ഒരുമിച്ച് എന്റെ നെഞ്ചിലെ തീയണക്കാൻ നെഞ്ച് തുറന്നു തന്ന് എന്നെ സ്നേഹിച്ചവനേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണക്കാൻ എന്റെ നെഞ്ചിലെ തീയണക്കാൻ നെഞ്ച് തുറന്നു തന്ന് എന്നെ സ്നേഹിച്ചവനേശു. ഉണ്ണിക്ക് സമ്മാനം. അപ്പോൾ ബഹുമാനപ്പെട്ട വിനിലച്ച, നമ്മുടെ ഈ സ്വർഗത്തിൽ ഈ കൊച്ചു കൂട്ടുകാർ കുറേ പ്രോഗ്രാം ഇന്ന് ക്രിസ്തുമസുമായിട്ട് ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നവർ. ഇവരുടെ പാട്ട്, ഡാൻസ് പരിപാടി, ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ വിശേഷങ്ങളുടെ ഇടയിൽ പുട്ടിനിടയിൽ പീര എന്നതുപോലെ ഇവരുടെ പ്രോഗ്രാമുകളും ഈ എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇവരുടെ ഒരു പെർഫോമൻസിലേക്ക് പോകാം. തീർച്ചയായും. ഓക്കെ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയുടെ ജന്മ തിരുനാളിൽ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ട്രീയിൽ നിന്ന് നിങ്ങളൊരു ഗിഫ്റ്റ് ബോക്സ് എടുക്കും. അപ്പോൾ അതിൽ എന്ത് പെർഫോമൻസ് ആണ് എഴുതിയിരിക്കുന്നത്, ആ പെർഫോമൻസ് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. ആർ യു റെഡി? എവിടെ എനർജി ഇല്ല? ആർ യു റെഡി? അപ്പോൾ ആദ്യം ഈശോയുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് ആരാണെന്ന് റെഡി ആയിട്ടിരിക്കുന്നത്? യെസ്. വാ, ഇവർക്ക് നല്ലൊരു കൈഡി കൊടുത്ത കൂട്ടുകാരെ. അപ്പം ഇന്ന് ഈശോയുടെ മുമ്പിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് 2 മിടുക്കി കുട്ടികളോട് വന്നിരിക്കുകയാണ്. മക്കളുടെ പേരൊന്ന് പരിചയപ്പെടുത്തിയേ. ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ, റോസ് മരിയ. റോസ് മരിയ.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഇവിടെ ഒരു ഫ്രൂട്ട്സ് ട്രീ വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ട്രീയുടെ. അതിലൊരു ബോക്സിൽ ഇവർ ചെയ്യേണ്ട പെർഫോമൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ആ പെർഫോമൻസ് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. റെഡി? അപ്പോൾ ബോക്സ് എടുക്കാൻ പോവാണ്. റെഡി, സ്റ്റാർട്ട്. ഡാൻസ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ പോവാണ് അല്ലേ? റെഡിയാണോ? ഓക്കെ. സ്വർഗ്ഗത്തിൽ സന്തോഷം വന്നെത്തി മണ്ണിൽ, എല്ലാവർക്കും ആനന്ദം, മണ്ണിൽ എല്ലാവർക്കും ആനന്ദം. സ്വർഗ്ഗത്തിൽ സന്തോഷം വന്നെത്തി മണ്ണിൽ, എല്ലാവർക്കും ആനന്ദം, മണ്ണിൽ എല്ലാവർക്കും ആനന്ദം. മത്തപ്പോൾ കത്തിക്കാം, ഉച്ചത്തിൽ കൈകൊട്ടാം, ദൈവത്തിൻ പുത്രനെ വാഴ്ത്താം. മത്തപ്പോൾ കത്തിക്കാം, ഉച്ചത്തിൽ കൈകൊട്ടാം, ദൈവത്തിൻ പുത്രനെ വാഴ്ത്താം. ദൈവത്തെ ആരാധിക്കാം, ആഹാ ദൈവത്തെ ആരാധിക്കാം. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. മംഗളങ്ങൾ, ആഹാ മംഗളങ്ങൾ, ക്രിസ്തുമസിൻ മംഗളങ്ങൾ. ഉണ്ണിക്ക് സമ്മാനം. അച്ഛാ, ഞങ്ങളുടെ പിള്ളേര് നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചില്ലേ? നല്ല എനർജിയാ. നല്ല എനർജി. അപ്പോൾ ഇനി അച്ഛൻ്റെ അടുത്തൊരു വിശേഷം ഞങ്ങൾക്ക് ചോദിച്ചറിയാനുള്ളത്, അച്ഛന്മാരുടെ സഹോദര വൈദികരുടെ മറ്റു വൈറലൊരു പാട്ടാണ് കാൽവരി കുന്നിന്മേൽ. ഇതേപോലെ തന്നെ 4 മില്യനൊക്കെ ആയിട്ടുള്ളൊരു അല്ലേ, 4 മില്യൺ. ആ പാട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്, പങ്കുവയ്ക്കാമോ? ഇത് എഴുതിയത് ഒരമ്മച്ചിയാണ്, പ്രസന്ന എന്ന് പറയുന്ന ഒരു പേരുള്ള അമ്മച്ചി. പിന്നെ റെജിമോനാണ് മ്യൂസിക് ചെയ്തത്. അപ്പം ഇത് കേട്ടത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വിപിനച്ചനാണ് ഈ പാട്ട് അവർ എവിടെയോ വെച്ച് പാടി. അപ്പം എന്നിട്ട് എന്നെ വിളിക്കുകയുണ്ടായി, നമുക്ക് ഈ പാട്ടങ്ങ് പാടിയാലോ എന്ന് വെച്ച്. എന്നിട്ട് നമ്മുടെ ഈസ്റ്ററിനൊക്കെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് ഇത് സെലക്ട് ചെയ്തതും ഒരുമിച്ച് പാടി. അങ്ങനെയാണിത് പുറത്തിറങ്ങിയത്, തീരുമാനം എടുത്തതും. അപ്പോൾ വിപിനച്ചനാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. വിപിനച്ചൻ്റെ വലിയൊരു സുഹൃത്താണ്. രണ്ടുപേരും എൻ്റെ 2-3 പാട്ട് പാടിയിട്ടുണ്ട്. വിപിനച്ചൻ്റെ ഒരു 6 പാട്ടോളം പാടിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ അന്ന് അങ്ങനെയാണെങ്കിൽ ആ പാട്ടിലേക്കൊന്ന് പോയാലോ അച്ഛാ? അച്ഛാ, ആ പാട്ടിൻ്റെ ഒരു ഫീല് നമുക്ക് ഒരു ക്രിസ്മസിൻ്റെ ഡേ ആണെങ്കിലും ആ വൈറൽ പാട്ട് കേൾക്കാൻ ഞങ്ങൾക്കൊരു കൊതിയുണ്ട്. ഓക്കെ, സോങ്ങിലേക്ക് പോവാം. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭൈ. കൈലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ പായി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായി, കാണുന്നെൻ്റെ പായി. വളരെ ഫീൽഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ്. വളരെ സന്തോഷം ഇന്ന് ഈ സോങ് ഞങ്ങൾക്ക് ഈ എപ്പിസോഡിൽ വന്ന് ഒന്ന് മൂളി തന്നതിന്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരുടെ അടുത്തൊരു രസക്കാഴ്ചയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് നാളിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? ഈശോയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ റെഡി? ഒരു കൈഡി കൊടുത്തേ കൂട്ടുകാരിക്ക്. മോളുടെ പേര് പറയാമോ? മെറിൻ. മെറിൻ ഇന്ന് ആ ട്രീയിൽ കണ്ടോ, അതിൽ കുറേ ഗിഫ്റ്റ് ബോക്സ് കിടക്കുന്നു. അതിൽ നിന്നൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തേ.
അപ്പോൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് ഈശോപ്പച്ചന് വേണ്ടി ചെയ്യണം. ഒരു പാട്ട്. പാട്ട് പാടാനാണ്. റെഡി? പാട്ട് പാടാം. ഓക്കെ. നീലി നീലി വാനിൽ നീളെ താരകങ്ങൾ കണ്ണുകൾ ചിമ്മിടുന്നു. മെല്ലി മെല്ലി കുഞ്ഞു പൈതൽ കൊഞ്ചലായ പുഞ്ചിരി തൂകിടുന്നു. മേലെ മേലെ വാനിൽ നീളെ താരകങ്ങൾ കണ്ണുകൾ ചിമ്മിടുന്നു. മെല്ലെ മെല്ലെ കുഞ്ഞു പൈതൽ കൊഞ്ചലായ പുഞ്ചിരി തൂകിടുന്നു. ഹൃത്തിൽ നന്മയേകി മണ്ണിൽ രക്ഷ നൽകി. ഹൃത്തിൽ നന്മയേകി മണ്ണിൽ രക്ഷ നൽകി. സ്വർഗം തുറന്നു വന്നിതാ ആലോലം താലോലമാനന്ദമായി. ആരോമലുണ്ണിക്ക് ഗ്ലോറിയ പാടാം. ആലോലം താലോലമാനന്ദമായി. ആരോമലുണ്ണിക്ക് ഗ്ലോറിയ പാടാം. ഉണ്ണിക്ക് സമ്മാനം. ഈ ക്രിസ്തുമസിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അച്ഛൻ്റെ ലൈഫിൽ കുഞ്ഞായിരിക്കുമ്പോഴോ പുൽക്കൂടൊക്കെ കെട്ടുന്ന കാലമോ അല്ലെങ്കിൽ വൈദിക വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴോ വികാരി ആയിരിക്കുമ്പോഴോ അച്ഛൻ്റെ ജീവിതത്തിൽ വന്ന ക്രിസ്തുമസിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർമ്മ ഞങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുമോ? അനുഭവങ്ങൾ കുറേ ഉണ്ടാവും. പലരിക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അച്ഛനായി കഴിഞ്ഞ് കൊച്ചച്ഛനായിരിക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ പള്ളിയിൽ വികാരിച്ചിൻ്റെ ഒപ്പം ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്മസ് ദിവസമാണ്, ഞാൻ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്മസ് ദിവസത്തിൽ ആ നമ്മുടെ പള്ളിയുടെ പ്രത്യേകത മത്സരങ്ങളുണ്ട്, ക്രിബ് മത്സരം. അപ്പോൾ ആർക്കും പങ്കെടുക്കാം. ആ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ അതിൻ്റെ ഉപരിയായിട്ട് ഏകദേശം ഒരു 15 കുടുംബങ്ങൾ പങ്കെടുത്തു. പക്ഷെ എല്ലാവരും പങ്കെടുക്കുക മാത്രം, എല്ലാവർക്കും അറിയാം ഒരു കുടുംബത്തിലാണ് സമ്മാനം കിട്ടുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ ഒരു കുടുംബത്തിലാണ് സമ്മാനം. ഒരു ചെറിയ വീട്ടിൽ, ആ വീട്ടിൽ 2 മക്കൾ, അപ്പം മരിച്ചുപോയി. അപ്പോൾ അവർക്കാണ് മിക്ക കണ്ടിന്യൂസ് ആയിട്ടൊരു കുറച്ച് വർഷങ്ങൾ അവർക്ക് തന്നെയാണ്. അപ്പോൾ ഇവർ ആരൊക്കെ പങ്കെടുത്താലും അവർക്കറിയാം ഈ വീട്ടിലാണ്, ഇവർക്കാണ് സമ്മാനം. പക്ഷെ അവർ പങ്കെടുക്കുന്നു. അപ്പോൾ എന്നോട് വികാരിച്ചും പറയും, നമ്മളൊരു വീട്ടിൽ പോകും, നമ്മളാണ് മാർക്കിടാൻ പോകുന്നത്, അച്ഛൻ്റെ ഒപ്പം ഞാനും പിന്നെ 2 പേരും കൂടിയാണ്. ഒരു വീട്ടിൽ നമ്മൾ പോകും, ആ വീട്ടിലായിരിക്കും ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ആ വീട്ടിലാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു 2 കുഞ്ഞുങ്ങളാണ്. ഒരു ഇളയവൻ, പിന്നെ മൂത്തയാൾ പുള്ളി ജോലി ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ ക്രിബ് മത്സരമൊക്കെ നടക്കുന്നതും ആ വീട്ടിൽ സമ്മാനം കിട്ടുന്ന ആ മകൻ്റെ ഐഡിയ ആണ്. അപ്പോൾ അവനൊരാഴ്ച സമയം മതി എല്ലാ പ്രാവശ്യവും വരുന്നത്. അപ്പോൾ അതുപോലെ ക്രിസ്മസ് ദിവസമായി. അപ്പോൾ അമ്മ വിളിയാണ്, മോനെ നീ എവിടെ, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, 4 ദിവസം കൂടിയേ ഉള്ളൂ വരാൻ പറഞ്ഞുകൊണ്ട് വിളിയാണ്. അഭിയും പറയുന്നുണ്ട്, ഞാൻ വരും, ഉടനെ വരും, എനിക്ക് കുറച്ചുകൂടി പരിപാടി തീർക്കാനുണ്ട്, ജോലി തീർക്കാനുണ്ട്. 4 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞ്, 2 ദിവസമായപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി. മോനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത് നിന്നെ ഡിപ്പെൻഡ് ചെയ്താൽ നീ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഞാൻ വരും, 2 ദിവസം മതി, എനിക്ക് നല്ല ഐഡിയ ഉണ്ട്, ഞാൻ വരും, ഉടനെ തീർക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ പറയാണ്, നീ വരാത്തത് കൊണ്ട് നിൻ്റെ അനിയൻ എന്തോ കിടന്ന് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അനിയൻ ഇങ്ങനെ ഓടി നടക്കും. ആ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എൻ്റെ ചേട്ടൻ വരാൻ വൈകും, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഓടി നടന്ന് ചെയ്യുക. അപ്പോൾ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ആ ഒരു രാത്രിയിൽ ചേട്ടൻ വന്നെത്തി കഴിയുമ്പോൾ ഈ അനിയൻ വന്ന് ചേട്ടനോട് പറയുകയാണ്, ചേട്ടാ 1 ദിവസം കൂടി ഉണ്ട്, എനിക്കറിയാം ചേട്ടന് സമയം കുറവുണ്ട്, പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ ചേട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിൻ്റെ ഉപരിയായിട്ട് ചേട്ടൻ്റെ ഐഡിയയും കൂടി ഫിക്സ് ചെയ്ത് നമുക്ക് സൂപ്പറാക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ഞങ്ങൾ ക്രിബ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോട് കൂടി ഈ വീട്ടിൽ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ വികാരിച്ച് നോക്കി. കാരണം ഏറ്റവും മോശമായിട്ടുള്ളൊരു ക്രിബ്, വളരെ മോശമായിട്ട് എന്തൊക്കെയോ ഒരു കുഞ്ഞായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, നല്ല കൃപൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഇതാണോ ഈ വീട്ടിലാണോ ഏറ്റവും നല്ല കൃപ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വികാരിച്ചിന് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നി. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ സമ്മാനം കൊടുത്തു, ഇവർക്കല്ല ഫസ്റ്റ് കിട്ടിയവർക്കൊക്കെ സമ്മാനം കൊടുത്തു. അപ്പോൾ ഈ മകനെ വിളിപ്പിച്ചിട്ട് ആ വികാരിച്ചൻ ചോദിച്ചു, ഞാനൊക്കെ ഉണ്ടായിരുന്നു, വികാരിച്ചൻ ചോദിച്ചു എന്ത് പറ്റി, എല്ലാ പ്രാവശ്യം കിട്ടുന്നതാണല്ലോ, എന്ത് പറ്റി, ഇത് മോശമായി പോയില്ലെന്ന് പറയും. അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 ദിവസം എനിക്ക് ജോലി തിരക്കൊണ്ട് വരാൻ പറ്റിയില്ല, 2 ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ട് പറയുകയാണ്, ചേട്ടായി ഞാൻ എല്ലാം ചേട്ടായിക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട്, ഇനി ചേട്ടായിയുടെ ഐഡിയ മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ഞാൻ നോക്കുമ്പോൾ തീരെ മോശമാണ്. അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തുടങ്ങി. കാരണം അവന് അഴുക്കാണ്, അവൻ്റെ ശരീരം മുഴുവൻ, മുഖത്തൊക്കെ മുഴുവൻ കറുത്ത് കരിവാളിച്ച് കറുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ അഴുക്ക് പിടിച്ചിരിക്കുന്ന ശരീരത്തോടു കൂടി അവൻ നിൽക്കുന്നത്. കുറേയേറെ കഷ്ടപ്പെട്ടു. ചെയ്യണമെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റണം. പക്ഷെ അവൻ്റെ ആ ഒരു വിശ്വാസവും സ്നേഹം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കൃബാണ് ഏറ്റവും വലുത്. സമ്മാനം കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷേ അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഈ വീട്ടിലെ ഇന്നത്തെ കൃബ്. അപ്പോൾ അത് അവൻ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും മനസ്സിൽ ഭയങ്കര വിഷമവും സ്നേഹവും അവനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ളത് ഒരു സ്നേഹമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞ സ്നേഹം മാത്രമാണ്. അത് വീട്ടിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഇവിടെ സ്നേഹം ഞാൻ ആ മകനിൽ നിന്ന് പഠിച്ചത്, അവൻ ഏറെ സ്നേഹിക്കുന്നവൻ്റെ അനിയൻ. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ടാകും, അനിയനുണ്ടാകും, അനിയത്തി ഉണ്ടാകും. അവരെ ആദ്യം സ്നേഹിക്കണം. ആ നന്മയിൽ കുടുംബം വളരുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളൊരു പ്രകാശമായിട്ട് മാറും, നമ്മളൊരു ഈശോയായിട്ട് മറ്റുള്ളവർക്ക് മാറും. സ്നേഹം നൽകുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബം മുഴുവൻ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിന് മുഴുവൻ ഒരു സ്നേഹമായി മാറുന്ന ഒരു നല്ലൊരു ക്രിസ്മസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ എപ്പിസോഡിൽ അടുത്ത ഒരു രസക്കാഴ്ചയാണ് നമ്മുടെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം കൂടി ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ, അല്ലേ? ഇനി ആരാണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ളത് ഒരുങ്ങിയത്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മോളുടെ ഒന്ന് പരിചയപ്പെടുത്താമോ? മോളുടെ പേര് പറയൂ. അമല മേരി. ഓക്കെ, അമല മേരി, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് ഒരു ബോക്സ് എടുക്കാം. എന്താണ് ഈശോയ്ക്ക് വേണ്ടി അമല ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അമല ഡാൻസ്. അമല ഡാൻസ്. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിൽ
ഒരു ഗ്രൂപ്പായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഒരു പൈതലാം യേശു എന്നൊരു ഗ്രൂപ്പ് സോങ് സെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം. അപ്പോൾ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു താരാട്ടുപാട്ട് പാടാൻ ആരാ വരുന്നത്? ആരൊക്കെ വരുന്നേ? യെസ്, ഇവർക്കൊരു ഐഡിയ കൊടുത്തേ. എൻട്രി. യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ, 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 ലലാ, ആഹാ, ആഹാ, ആഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടുപാടിയുറക്കിടുവാൻ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടുപാടിയുറക്കിടുവാൻ. ആരാധനകളാൽ ആഗതരാകുന്നു വാനാരൂപികൾ, ഗായകശ്രേഷ്ഠർ, വാനാരൂപികൾ, ഗായകശ്രേഷ്ഠർ. ഉണ്ണിക്ക് സമ്മാനം. അച്ഛാ, പാട്ടും അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ മാലാകക്കൂട്ട് ഇങ്ങനെ തകർത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്വർഗത്തിൽ ഒരു കുറവുണ്ട്. എന്താ മക്കളെ കുറവ്? ക്ലോസ്. ആ ക്രിസ്തുമസിൽ സാന്താക്ലോസ് ഇല്ലാണ്ട് എന്താ ആഘോഷം അല്ലേ അച്ഛാ? അതെ അതെ അതെ. അപ്പൊ നമുക്ക് സാന്താക്ലോസിനെ വിളിച്ചാലോ? Yes. ആർ യു റെഡി? Yes. എന്നാ നിങ്ങൾ നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത്. ഇപ്പൊ വരും സാന്താക്ലോസ്. കമാൺ. എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുന്നേറ്റോ. പ്രിയ പ്രേക്ഷകരെ, മാലാകക്കൂട്ടം.com ഈ സ്വർഗ കാഴ്ചകൾക്ക് സമാപനം കുറിക്കാനുള്ള സമയമായി. ഈ ക്രിസ്തുമസ് കാഴ്ച വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു. നിങ്ങളേവരെയും ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രസക്കാഴ്ചകളും ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്ന ബഹുമാനപ്പെട്ട വിനിൽ കുരിശുതറച്ചൻ്റെ എക്സ്പീരിയൻസ്, പാട്ടുജീവിതവും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഞങ്ങൾ സാന്താക്ലോസിനോടൊപ്പം ഒരു ഡാൻസ്. ഓക്കെ, ആർ യു റെഡി? Yes. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു.